പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജുനൈദിന്റെ വാക്കുകൾ നമ്മൾക്ക് ആദ്യം കേട്ടു നോക്കാം. അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചിരുന്നു. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കിട്ടിക്കഴിഞ്ഞ് അവിടുന്ന് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് നല്ലതിനായിരിക്കും. പോലീസ് ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ വിഷയത്തിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അതാണ് ഇൻഷാ അല്ലാഹ് വെയിറ്റ് ചെയ്യാം. അതുപോലെ കുറേ ആളുകൾ ജുനൈദിന്റെ വീഡിയോ കണ്ടിട്ട് വളരെ സന്തോഷമായി. ദിയ ഫാത്തിമയുടെ കേസിൽ എത്രയും വേഗം പോലീസിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നു. അതിന് അള്ളാഹു എത്രയും പെട്ടെന്ന് ഇടവരുത്തട്ടെ. ഇതിൽ ജുനൈദ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും CCTV ക്യാമറയുടെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ എത്രത്തോളം നമ്മുടെ സമൂഹത്തെ സേവിക്കുന്നതിൽ, അതും നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നതിൽ അദ്ദേഹം സന്തോഷിക്കുന്നു എന്ന് മനസ്സിലായി. സാമൂഹിക പ്രതിബദ്ധതയോടെ അദ്ദേഹം സംസാരിക്കുന്നത് വളരെ നല്ല കാര്യങ്ങളെക്കുറിച്ച്. അതിനെക്കുറിച്ചും ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഇനി നമ്മൾക്ക് ജുനൈദ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ പോകാനൊരു കാരണം ഉണ്ടാക്കരുത്. CCTV എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇത് കേൾക്കുന്ന അമ്മമാരോട് വളരെ താഴ്മയോടെ പറയാം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലൊരു CCTV വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചടങ്ങായിരുന്നു. ഒക്കെ ഇന്നത് അങ്ങനെയല്ല. 1000 രൂപ തൊട്ട് 2000 രൂപ 3000 രൂപക്കൊക്കെ ഓൺലൈനിൽ തന്നെ CCTV വാങ്ങാൻ കിട്ടും. അത് നല്ല നല്ല ബ്രാൻഡ് സാധനങ്ങൾ കിട്ടും. ഇത് നിങ്ങളവിടെ കൊണ്ടുപോയി ജസ്റ്റ് കൊടുത്താൽ മതി. കറണ്ടും ആവശ്യമില്ല, സോളാറിൻ്റെതും ഉണ്ട്. ഇത് വെച്ചാൽ ചെറിയൊരു മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ 24 hours വർക്കിംഗ് ആവും. നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയാലും, നെറ്റ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ പോയാലും ഇത് കാണും ചെയ്യുന്ന മൊബൈലിൽ നിങ്ങളെ വീടും പരിസരം കാണാം. ഇതുകൊണ്ടുള്ള ഉപകാരം എത്രയെന്ന് അറിയാം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ അയൽവാസികൾക്കും. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പിന്നീട് ഉണ്ടാവില്ല. ഒരു നാടോടികൾ വരിക, അല്ലെങ്കിൽ മറ്റുള്ള ഇഷ്യൂസോ, ഒരു കള്ളന്മാർ വരിക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധി വരെ നമുക്ക് ഒരു ആശ്വാസമായിരിക്കും ഈ CCTV. അപ്പൊ നിങ്ങൾ ഇപ്പൊ അധികം വീടുകളിൽ ഈ സാധനം ഇല്ല. 1000 രൂപ നമ്മൾ റീചാർജ് ചെയ്യുന്ന രണ്ട് നേരം റീചാർജ് ചെയ്യുന്ന പൈസ വരുന്നുള്ളൂ. ഓൺലൈനിൽ നിന്ന് തന്നെ മക്കളെ കൊണ്ടൊക്കെ അത് വാങ്ങിച്ച് ദയവ് ചെയ്ത് വെക്കി. കാരണം ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു. ഈ ഒരു കുട്ടികളെ തട്ടിക്കൊണ്ടുള്ള വാർത്ത അവിടെ കേൾക്കും ഇവിടെ കേൾക്കുന്നു. അപ്പൊ ഇതിൽ ആഴ്ന്നിറങ്ങി ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ സത്യം പറയാൻ എനിക്ക് ഓരോ ദിവസം ഭയമാണ്. എന്റെ കുട്ടികളായാലും പുറത്തു പോയില്ല. കാരണം ഇത് പഠിച്ചപ്പോഴാണ്, ഇതെന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഓരോ ന്യൂസുകളൊക്കെ വരുന്ന അവയവം കാര്യങ്ങൾ അതിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞേ. പിന്നെ അതേപോലെ ഒരു 10-21 വയസ്സായ കുഞ്ഞിനെ കാണാൻ ഞാൻ അവരുടെ വിവരങ്ങൾ ഞാൻ അതിന്റെ പിറകിലുണ്ട്. പക്ഷെ അവരുടെ വിവരങ്ങൾ ഞാൻ ന്യൂസിൽ വിടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോൾ ഒന്ന് നോർമലായി വന്നിട്ടുള്ളൂ. അപ്പൊ വീണ്ടും അവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നില്ല. അത് വേറെ വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകൾ കാണാതാവുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ആഴ്ന്നിറങ്ങി പഠിച്ചപ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഒരു 1000 രൂപ 900 രൂപ 1000 രൂപ 2000 രൂപ അങ്ങനെയാണ് അതിന്റെ CCTVൻ്റെത്. ഒരു CCTV ഒരു വീട്ടിൽ വെച്ചു നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ ഭാവിയിലേക്കൊക്കെ ഒരുപാട് നിങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സമാധാനം ഉറപ്പായിട്ടും. അത് ഒരിക്കലും ആ ഒരു 1000 നമ്മൾ ജീവിതത്തിൽ പല കാര്യത്തിലും കാശ് നമ്മൾ ചെലവാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരിക്കലും നിങ്ങൾക്ക് പാഴാവില്ല. ഓക്കെ, ഒരിക്കലും പാഴാവില്ല. അപ്പൊ ഇത് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ വലിയ സംഭവമൊന്നുമില്ല. നേരെ എടുത്ത് ചാർജ് കൊടുത്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ മതി. അവിടെ ജസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന എല്ലാ സാധനം ഇതിലുണ്ടാവും. ഒരു 1000-2000 രൂപേൻ്റെ ഉള്ളിൽ നല്ല സാധനം കിട്ടും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ച് ഈ ഒരു CCTV ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ചേട്ടന്മാരോടും CCTV ക്യാമറയെക്കുറിച്ച് ജുനൈദ് പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ താഴെ കണ്ട കുറച്ച് കമൻസ് വായിക്കാൻ ഇടയായി. ഇതിൽ പ്രധാനമായും ഈ ക്യാമറ എന്നുള്ളത് ഇന്നത്തെ ജീവിതത്തിൻ്റെ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. മൊബൈൽ ഫോൺ ഇല്ലാതെ നമ്മൾക്ക് ഇന്നത്തെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാത്തതുപോലെ CCTV ക്യാമറയും വളരെയധികം സ്ഥാനം എല്ലാവരുടെ ജീവിതത്തിലും നേടിക്കഴിഞ്ഞു. അതുപോലെ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് 2 വിഷയങ്ങൾ ഇതിന് തെളിവായിട്ട് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാം. ആദ്യത്തേത്, അതിന് അനുബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാം. അത് കണ്ടു നോക്കൂ, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. வெளியாகியுள்ளது. காஞ்சிபுரம் மாவட்டம் உத்திரமேரூரை அடுத்த வெங்கச்சேரி கிராமத்தைச் சேர்ந்த மூர்த்தி என்பவரின் மனைவி காமாட்சி தனது 2வது பிரசவத்திற்காக காஞ்சிபுரம் அரசு மாவட்ட தலைமை மருத்துவமனையில் கடந்த 4 நாட்களுக்கு முன்னர் அனுமதிக்கப்பட்டார். மூர்த்தியின் முதல் குழந்தையான 3 வயதுடைய சக்திவேல் தாயை பார்க்க வேண்டும் என கூறியதால் மூர்த்தியின் அண்ணன் ஏழுமலை தனது 6 வயது மகள் சௌந்தர்யாவையும் சக்திவேலையும் மருத்துவமனைக்கு அழைத்து வந்துள்ளார். காமாட்சியை பார்த்த பின்பு குழந்தைகள் இருவரையும் மகப்பேறு சிகிச்சை மையத்தின் அருகில் உள்ள பார்வையாளர் கூடத்தில் விட்டுவிட்டு ஏழுமலையும் மூர்த்தியும் தேநீர் அருந்த சென்றனர். திரும்பி வந்து பார்த்தபோது 2 குழந்தைகளையும் அங்கே காணாததால் மருத்துவமனை முழுவதும் தேடினர். இதுகுறித்து காவல் நிலையத்தில் புகார் அளித்த நிலையில் மருத்துவமனையில் உள்ள CCTVக்கள் செயல்படாததால் விசாரணையில் சற்று தொய்வு ஏற்பட்டது. இந்நிலையில் காணாமல் போன 2 குழந்தைகளையும் பெண் ஒருவர் காஞ்சிபுரம் பேருந்து நிலையம் அருகே உள்ள ஓர் தெருவின் வழியாக அழைத்துச் செல்லும் காட்சிகள் அங்குள்ள வீட்டில் பொருத்தப்பட்டிருந்த CCTV கேமராவில் பதிவாகியுள்ளது.
ഇപ്പോൾ നിങ്ങൾ കണ്ടത് ചെന്നൈയുടെ അടുത്ത് കാഞ്ചീപുരത്തിൽ നടന്നൊരു സംഭവമാണ്. വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും തമിഴ് അറിയാത്തവർക്കായിട്ട് ഇതെന്താണ് സംഭവമെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം. കാഞ്ചീപുരത്തിലെ ഉത്തരമേരൂർ എന്ന ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന മൂർത്തി എന്ന ആളിൻ്റെ ഭാര്യ രണ്ടാമത്തെ പ്രസവത്തിനായി അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മൂർത്തിയുടെ മൂത്ത മോനായ 3 വയസ്സുള്ള കുഞ്ഞ് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതിനാൽ മൂർത്തിയുടെ ചേട്ടൻ്റെ 6 വയസ്സുള്ള മകളെയും ഈ കുഞ്ഞിനെയും കൂട്ടി ആശുപത്രിയിൽ ചെന്നു. അവിടെ പോയി ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ 2 കുഞ്ഞുങ്ങളെയും കാണാതായി. അവിടെ ഒക്കെ തിരഞ്ഞെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞതേയില്ല. ഹോസ്പിറ്റലിലുള്ള CCTV ക്യാമറ വർക്ക് ചെയ്യാത്തതിനാൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഉടനെ പോലീസിൽ പരാതിപ്പെട്ടു. അതിനിടയിൽ പോലീസിനും ഇതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നതിനിടയ്ക്കാണ് കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ഇടവഴിയിൽ ഈ 2 കുഞ്ഞുങ്ങളെയും കൂട്ടി ഒരു സ്ത്രീ നടന്നു പോകുന്നതിൻ്റെ ഉള്ള ദൃശ്യം അവിടെ അടുത്തുള്ള ഒരു വീടിൻ്റെ CCTV ക്യാമറ വഴി ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ആ വീടിൻ്റെ CCTV ക്യാമറ വഴി കണ്ട ദൃശ്യങ്ങൾ വെച്ചിട്ട് കൃത്യമായിട്ട് ഇതാരാ ഈ കുറ്റകൃത്യം ചെയ്തതെന്നും എന്താണെന്നുള്ളതും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിരുന്നു. അങ്ങനെയൊരു CCTV ക്യാമറയുടെ തെളിവ് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒരു പക്ഷേ കണ്ടുപിടിക്കാനുള്ള തെളിവുകൾ തന്നെ ഇല്ലാതായി പോകുമായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും തന്നെ ഈ CCTV ക്യാമറ ഇന്നത്തെ ഈ ജീവിതത്തിൽ വഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പങ്ക് ഈ കാണാതായ കുഞ്ഞുങ്ങളെ കണ്ടുപിടിക്കാനും അതുമാത്രമല്ല ഈ മോഷണ ശ്രമങ്ങളും പല കുറ്റകൃത്യങ്ങളെക്കുറിച്ചുമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വലിയൊരു പങ്ക് തന്നെയുണ്ട് ഈ CCTV ക്യാമറയ്ക്ക്. അടുത്ത നടന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ചുവന്ന ഗേറ്റുള്ള വീട് ഞങ്ങളുടെ തൊട്ട് അയൽപക്കത്തുള്ളൊരു വീടാണ്. അപ്പോൾ ചെന്നൈയിലെ ഒരു പ്രമുഖ കോളനിയിലുള്ള ഈ വീട് അവിടെ വന്നിട്ട് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അയൽക്കാരി ഒറ്റയ്ക്ക് ആണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് രാത്രി ഒരു 3 മണിക്ക് വടിവാളും ഒക്കെ വെച്ച് ആയുധങ്ങളും ഒക്കെ ഉള്ള ഒരു 3 പേരുള്ള ഒരു കവർച്ച സംഘം ബൈക്കിൽ വന്നു. ഈ വീട്ടിലേക്ക് മതിലൊക്കെ ചാടി അകത്ത് കയറി ആക്രമിക്കാൻ പോകുന്നത് ആ സ്ത്രീ CCTV ക്യാമറ വഴി കണ്ടു. പെട്ടെന്ന് അവർ ഉച്ചത്തിൽ ബഹളമൊക്കെ വെച്ചു. അടുത്തുള്ള പോലീസ് പട്രോൾ സംഘത്തിനെയൊക്കെ അറിയിച്ചിട്ട് അവർ ഉടൻ തന്നെ എത്തി. അപ്പോഴേക്കും ഈ കുറ്റവാളികൾ എങ്ങനെയോ രക്ഷപ്പെട്ടുവെങ്കിലും ആളുകളെ കൃത്യമായിട്ട് തന്നെ CCTV ക്യാമറയിൽ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ കുറേ ഹിന്ദിക്കാർ വന്നാണ് ഈ കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് തെളിവ് സഹിതം ഈ ക്യാമറയുടെ സഹായത്തോടെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന പലവർക്കും ഇത് യഥാർത്ഥത്തിൽ ഒരു അനുഗ്രഹം തന്നെയാണ്. മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഈ കാണിക്കുന്ന ഡേറ്റ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ജനുവരി 2018 തൊട്ട് ജൂൺ 2023 വരെ ഏതാണ്ട് ഒരു 2.25 ലക്ഷത്തോളം കുഞ്ഞുങ്ങളെയാണ് ഇന്ത്യ ഒട്ടാകെ കാണാതായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന ഒരു നമ്പർ തന്നെയാണ്. ഇത് കണ്ടാൽ തന്നെ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാം. എത്രയോ കുട്ടികൾ, നിഷ്കളങ്കരായ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, ചൂഷണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ജുനൈദ് പറഞ്ഞ ഈ കാര്യങ്ങൾ CCTV ക്യാമറയുടെ ആ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ചെന്നൈയിൽ ഒട്ടുമിക്കാലും എല്ലാ വീടുകളിലും നഗരങ്ങളിലും അതുപോലെ തന്നെ ഓരോ സ്ട്രീറ്റിലും എല്ലായിടത്തും പോലീസും CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിലും എല്ലാ വീടുകളിലും ഇപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു സാധാരണ കാര്യമായിട്ട് മാറിയിരിക്കുന്നു. കാരണം നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ജീവനേക്കാൾ അവർ നമ്മൾക്ക് വലുതാണല്ലേ. അപ്പോൾ ഈ ദിയ ഫാത്തിമായ മോളെ കാണാതായ തൊട്ട് ഉമ്മ അനുഭവിക്കുന്ന മനസ്സിലെ വേദന, ആ കുടുംബത്തെ ആകെ മൊത്തം സങ്കടത്തിൻ്റെ കണ്ണീരിൽ ആഴ്ത്തിയിട്ട് ആ മോളെ ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ ഇപ്പോൾ എന്നും ഇവിടെ ഇന്ത്യ മൊത്തമായിട്ട് നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾക്ക് ഇത് തടയാനോ ഇല്ല ഇതിൻ്റെ എണ്ണം കുറയ്ക്കുവാനോ വേണ്ട നമ്മൾ കാര്യങ്ങൾ അതിനായിട്ട് ആവശ്യമുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നോക്കി ചെയ്യാനായിട്ട് എല്ലാവരും അതിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുക. എത്ര വലിയ തട്ടിക്കൊണ്ടുപോക്കലും കൊള്ളയും ഒക്കെ ഒരു പരിധി വരെ നമ്മൾക്ക് തടയാനും അന്വേഷിക്കാനുള്ള തെളിവുകൾ കിട്ടാനും ഇതുവഴി സഹായിക്കും. അപ്പോൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ എല്ലാവിധ മുൻകരുതലിലൂടെ പലരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലും ഷോപ്പിംഗ് മാളിലും പാർക്കിലും ഒക്കെ കുഞ്ഞുങ്ങളെ തനിയെ വിട്ടിട്ട്
മാതാപിതാക്കൾ അത്ര ശ്രദ്ധിക്കാതെ നിൽക്കുന്ന പല രീതികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ദിയ മോളെ പോലെ വീട്ടിനകത്ത് നിന്നും കൊണ്ടുപോകുന്ന അതുപോലത്തെ ഒരുപാട് കേസുകളും ഇവിടെയും എല്ലായിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ വഴിയും എല്ലാ രീതിയിലും ഒരു അവബോധം എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു മനസ്സിലാക്കുന്ന ഈ സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് പ്രധാനമായിട്ടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രയും വേഗം നമ്മളുടെ ദിയ മോളെ തിരിച്ച് കിട്ടണേ എന്നും പ്രാർത്ഥനയോടെ ദുആ ചെയ്യുന്നു. അത് എത്രയും വേഗം കഴിയുന്നതും ഇന്നല്ലെങ്കിൽ ഇന്ന്, നാളെ അല്ലെങ്കിൽ നാളെ, എത്രയും പെട്ടെന്ന് ആ സന്തോഷ വാർത്ത നമ്മളുടെ കാതുകളിലേക്ക് എത്തിച്ചേരട്ടെ. അതിന് അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.